ഇവർക്ക് ചെയ്യാൻ കഴിയണം? എന്തിൻ്റെ ന്യായത്തിലാണ് കോൺഗ്രസിൽ പോയി ചേരുന്നത്? തൻ്റെ ജീവിതകാലം മുഴുവനും കോൺഗ്രസിനെ എതിർത്ത് ആ പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും നാൾ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നിട്ട് ഒരു തവണ മത്സരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസ്സിൽ പോവുകയാണെങ്കിൽ ഒന്നുകിൽ അത്രക്കത്തെയും അവസരവാദിത്വം, അതല്ലെങ്കിൽ ഈ അധികാരം പോകുമ്പോഴുള്ള സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ചിലർക്ക് ഭ്രാന്ത് പിടിക്കും, അതായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. LDF കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അത്രയധികം കാര്യങ്ങൾ, നിങ്ങൾ ഏത് മണ്ഡലം എടുത്തോളൂ, ഏത് മേഖല എടുത്തോളൂ, കഴിഞ്ഞ 10 വർഷവും അതിനു മുമ്പുള്ള വർഷങ്ങളും നമ്മെ താരതമ്യപ്പെടുത്തു. ആത്യന്തികമായിട്ട് ജനങ്ങളത് വിലയിരുത്താണ്. പക്ഷെ അതിലൊരു പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കുന്നത് CPM-ലേക്ക് വരുന്നവരെല്ലാവരും നല്ലവർ, പോകുന്നവരെല്ലാം വർഗവഞ്ചകരെന്ന് വിളിക്കുന്നത്. പോകുന്നവര് മോശമാണ്, അനന്ത സംശയം. CPM ആണ് ശരി. അപ്പോൾ CPM-ലേക്ക് വരുന്നവർ ശരിയായ പാതയിൽ നിന്ന് പോകുന്നു, CPM വിട്ടുപോകുന്നവർ തെറ്റ്. അതിനെന്താ ഞാൻ നിഷ്പക്ഷം വഹിക്കുന്നത്? ഞാൻ CPM-ന്റെ നിലപാടാണ്. എന്താ അവഗണന എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ MLA സ്ഥാനത്ത് 5 വർഷം മാറ്റി നിർത്തുമ്പോൾ ഇത്ര നാളാക്കിയ കാര്യത്തെക്കുറിച്ച് ഓർക്കണ്ടേ? ഇത്രയും വലിയ അംഗീകാരം പാർട്ടി എന്നത് ഓർക്കണ്ടേ? അവഗണന ഉണ്ടായിക്കഴിഞ്ഞ് ഉടനെ കോൺഗ്രസിൽ പോയി ചേരില്ല. അതെന്ത് രാഷ്ട്രീയമോ? ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ? ഈ അവസരവാദത്തിൽ നിന്നും കൊട്ടാരക്കരയിലോ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു. രാജേന്ദ്രൻ മൂന്നാർ, അദ്ദേഹത്തോട് പോയിട്ടില്ല. പക്ഷെ പത്രവാർത്തകൾ കാണുന്നു, ചിലതെല്ലാം ഇങ്ങനെ അപജയം വരും, ചിലതെല്ലാം ഇങ്ങനെ അപജയങ്ങൾ വരും. പക്ഷെ അതിനേക്കാൾ എത്രയും കൂടുതൽ ആളുകൾ വരുന്നു. അതൊന്നും കേരള രാഷ്ട്രീയത്തെ ഒന്നും ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് തുടരുമെന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാ ഞാൻ സംശയിക്കേണ്ടത്? അത് UDF-നാണെങ്കിൽ എന്തെങ്കിലും പിടികൊള്ളി കിട്ടിയാൽ പറ്റും. അത്രക്ക് ഡെസ്പറേറ്റാ. ഞങ്ങൾ ജയിച്ച് കേരളം കിടക്കുന്നൊക്കെ പറയുമ്പോഴും ഇവിടെ നിന്ന് ആരെ കൊണ്ടുപോകാൻ പറ്റും, ഏത് പാർട്ടി എടുക്കാൻ പറ്റുമെന്ന് 24 മണിക്കൂർ ആലോചിച്ച് നടക്കും. ഇതെല്ലാം പാർലമെന്റ് ആയാലും പാർലമെന്റ് പുറത്തായാലും പാർട്ടി പ്രവർത്തനം. എന്താ എനിക്ക് പ്രവർത്തനം വല്ല കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അതൊക്കെ ഓരോ റോള് പാർട്ടി നിശ്ചയിക്കുന്നതിന് ഏത് രംഗത്തായാലും അവിടെ നിന്ന് പ്രവർത്തിക്കും. അല്ല, ഇത്തവണ UDF വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് നിയമസഭ തന്നെ. അപ്പൊ പഴയ ആളുകളെയൊക്കെ മുടക്കിക്കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ അതില്? UDF വലിയ വിജയം എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് CPM-ന് ഭൂരിപക്ഷമില്ല. 57 മണ്ഡലം ജയിച്ചിട്ടില്ലേ? 40 മണ്ഡലം ഏതാണ്ട് 5000-6000 വോട്ടിന് താഴ്ത്തല്ലേ. ഞങ്ങൾ എന്തിനാ ആശങ്കപ്പെടണം? നിശ്ചയമായിട്ടും ജയിക്കാൻ പോണ തെരഞ്ഞെടുപ്പാണ്.